എല്ലാ പാറ്റകളും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും? നിരാശ വന്ന് മൂടിയ ഒരു നിമിഷത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തമാശ പോസ്റ്റിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ പോലും മുട്ടുകുത്തിച്ച് ഡൽഹിയെ വിറപ്പിച്ച ദേശീയ ജനകീയ പ്രക്ഷോഭമായി മാറിയ ചരിത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടേത്. വെറും 2 മാസം കൊണ്ട് രാജ്യമൊട്ടാകെ തരംഗമായി മാറിയ ഈ 30-കാരനായ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. 2014-ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ തെരുവ് പ്രക്ഷോഭങ്ങളിലൊന്നിനാണ് ഈ യുവാവ് നേതൃത്വം നൽകിയത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ, ഇപ്പോൾ ഛത്രപതി സംഭാജി നഗറിൽ, ഒരു സാധാരണ ദലിത് കുടുംബത്തിലാണ് അഭിജിത്ത് ദീപ്കെ ജനിച്ചത്. കടുത്ത ദാരിദ്ര്യത്തോടും പ്രതികൂല സാഹചര്യങ്ങളോടും പോരാടി വളർന്ന കുടുംബ പശ്ചാത്തലമാണ് അദ്ദേഹത്തിൻ്റെത്. പിതാവ് തികച്ചും സാധാരണക്കാരനും മുത്തശ്ശൻ ഒരു പാവപ്പെട്ട കർഷകനുമായിരുന്നു. ഈ എളിയ കുടുംബ പശ്ചാത്തലവും ദലിത് സ്വത്വവും അഭിജിത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും ചിന്തകളെയും കാലങ്ങളായി ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്നും ജേർണലിസത്തിൽ ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം മാധ്യമ ധർമ്മം, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ വൈദഗ്ധ്യം നേടി. തുടർന്ന് ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം പ്രശസ്തമായ ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം കരസ്ഥമാക്കി. ഡിജിറ്റൽ മാധ്യമങ്ങളും കമ്മ്യൂണിക്കേഷൻ തന്ത്രങ്ങളും പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ആഴത്തിൽ മനസ്സിലാക്കിയത് ഈ പഠന കാലയളവിലാണ്. രാഷ്ട്രീയ രംഗത്ത് CJP രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെതായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ അഭിജിത്തിന് കഴിഞ്ഞിരുന്നു. 2020 മുതൽ 2021 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സന്നദ്ധ പ്രവർത്തകനായി അദ്ദേഹം പ്രവർത്തിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ AAP വിജയിച്ച 2020-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവാക്കളെ ആകർഷിച്ച മീം അധിഷ്ഠിത ഡിജിറ്റൽ പ്രചരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ തന്ത്രങ്ങളും ഇന്റർനെറ്റ് സംസ്കാരവും എങ്ങനെ ജനകീയ രാഷ്ട്രീയ ഇടപെടലുകളായി മാറ്റാമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ കാലയളവിലാണ്. 2023-ൽ US അപേക്ഷകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ഔറംഗാബാദിലേക്ക് മടങ്ങിയ അദ്ദേഹം പിന്നീട് അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് 2026 മെയ് 16-ന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് തുടക്കമിടുന്നത്. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദപരമായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് എക്സിൽ പങ്കുവച്ച എല്ലാ പാറ്റകളും ഒന്നിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന വെറും 7 വാക്കുകളാണ് ഈ വലിയ മുന്നേറ്റത്തിന് വിത്തുപാകിയത്. തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്ന് പിന്നീട് സൂര്യകാന്ത് വ്യക്തമാക്കിയെങ്കിലും അപ്പോഴേക്കും ആ പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂട്യൂബർ മേഘനാഥ് എസും സുഹൃത്തും ചേർന്ന് AI ടൂളുകൾ ഉപയോഗിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ആക്ഷേപഹാസ്യ വെബ്സൈറ്റ് തുടങ്ങിയതോടെ ഈ മുന്നേറ്റത്തിന് ചിറകുമുളച്ചു. ഒരു ഇൻസ്റ്റഗ്രാം പേജും മീമുകളുമായി തുടങ്ങിയ പേജ് കേവലം 5 ദിവസം കൊണ്ട് 20 മില്യണിലധികം ആളുകളാണ് പിന്തുടർന്നത്. ഇത് പിന്നീട് 2.5 കോടിയായി ഉയർന്നു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയിലും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലും അസംതൃപ്തരും നിരാശരുമായിരുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ശക്തമായ ശബ്ദമായി ഈ പാറ്റകൾ മാറി. ഏകദേശം 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുകയും നിരവധി കുട്ടികളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കത്തുമ്പോൾ അമേരിക്കയിലായിരുന്ന അഭിജിത്ത് ജൂൺ ആദ്യവാരം ഇന്ത്യയിലേക്ക് വിമാനമിറങ്ങി. ജൂൺ 6-ന് ഡൽഹിയിലെത്തിയപ്പോൾ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചുറ്റും കൂടിയതിനിടയിലും ദലിത് അവകാശ പോരാളിയും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയുമായ BR അംബേദ്കറുടെ മൈ ഓട്ടോബയോഗ്രഫി എന്ന പുസ്തകം ഉയർത്തിപ്പിടിച്ചാണ് അഭിജിത്ത് സമരരംഗത്തേക്ക് പ്രവേശിച്ചത്. ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ജന്തർ മന്ദറിൽ അദ്ദേഹം പ്രതിഷേധത്തിന് തുടക്കമിട്ടു. ജൂലൈ 20-ന് പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ കടുത്ത അതിക്രമവും ലാത്തിച്ചാർജും ഉണ്ടായതോടെ സമരം രാജ്യശ്രദ്ധ നേടി. താടിയും ടീഷർട്ടുമൊക്കെ ജീൻസും ധരിച്ച് സമരപ്പന്തലിലെ വേദിയിൽ സ്ഥിരസാന്നിധ്യമായ അഭിജിത്ത് ദീപ്കെ പോലീസിന്റെ മർദ്ദനമേറ്റിട്ടും പതറാതെ തിരികെ വന്ന കുട്ടികളുടെ ധൈര്യത്തെ പ്രശംസിച്ചു. സർക്കാരിന്മേൽ സമ്മർദ്ദം നിലനിർത്തുമ്പോൾ തന്നെ പൂർണ്ണമായും സമാധാനം പാലിക്കാൻ നൂറുകണക്കിന് വരുന്ന ജനക്കൂട്ടത്തോട് നിരന്തരം ആഹ്വാനം ചെയ്തു. ഇടവേളകളിൽ ലളിതമായി വിശ്രമിച്ചും മാധ്യമങ്ങളോട് സംസാരിച്ചും അദ്ദേഹം സമരമുഖത്ത് ഉറച്ചു നിന്നു. ഇന്നിപ്പോൾ ആ സമരം വിജയിച്ചിരിക്കുന്നു. വിജയിച്ചത് ഇന്ത്യൻ ജനതയാണ്, യുവതയാണ്. അഭിജിത്ത് ദീപ്കെയാണ് അതിന് നേതൃത്വം നൽകിയത്.